പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. ദൃശ്യങ്ങളിലേക്ക്. ഞാൻ ചോദിക്കുന്നത്, വാർത്താ മാധ്യമങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ ആക്രമിക്കുന്ന ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടോ? ഇവരെ അടുത്താരെങ്കിലും ചെല്ലുന്നതിന്റെ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടോ? ഒറ്റ വാർത്താ മാധ്യമങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ അത് ആഘോഷിക്കാനാണെങ്കിൽ ആഘോഷിച്ചോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ അന്വേഷണത്തിൽ കിട്ടിയ വിവരമാണ്. ഇനിയും ഞങ്ങൾ അന്വേഷിക്കും. കൂടുതൽ എന്തെങ്കിലും വിവരം തരാം. ആരെങ്കിലും അവരുടെ അടുത്ത് ചെന്ന് അവരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്കെതിരായി നടപടിയെടുക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്തു കാണാനുള്ള യാതൊരു സാധ്യതയും പ്രാഥമിക അന്വേഷണത്തിലില്ല. രണ്ടാമത് അന്വേഷണത്തിൽ അങ്ങനെ കണ്ടാൽ തീർച്ചയായിട്ടും ചെയ്യും. അല്ല, അതൊക്കെ ചെയ്ത് എനിക്കെതിരെ പ്രതിഷേധിച്ചു. എനിക്കൊരു വിഷയമില്ല. ഞാനാണല്ലോ ഭരിക്കുന്നത് കേരളം. ഞാനാണല്ലോ കേരളം ഭരിക്കുന്നത്. ഞാനാണല്ലോ ആരോഗ്യരംഗത്തെ ഈ സ്ഥിതിയിലാക്കിയത്. ഞാനാണല്ലോ കേരളത്തെ ഈ സ്ഥിതിയിലാക്കിയത്. കേരളത്തിനെ ഈ ശരിയാക്കി തന്ന ഞാനാണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്കെതിരെ പ്രതിഷേധിച്ചോ, കുഴപ്പമൊന്നുമില്ല. ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ പ്രതിപക്ഷ നേതാവിന്റെ അറിവോടുകൂടിയാണ് ഈ ആക്രമണം നടത്തിയെന്നുള്ള രാഷ്ട്രീയം. അതിപ്പോ കേരളത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എല്ലാ മന്ത്രിമാരും വി ഡി സതീശനാന്ന് പറയും. കാരണം എനിക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത് അവരാണ്. എന്റെ PR ചെയ്യുന്നത് ഇപ്പൊ അവരാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മന്ത്രിക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. അല്ല, അതൊക്കെ ഉറപ്പായിട്ട് തുടരും. അതൊന്നും വേറൊരു അക്രമത്തിന്റെ ലെവലിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആരും ചെയ്യില്ല. കരിങ്കൊടി പ്രകടനമൊക്കെ ഇവിടെ നടത്തും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കും ഇവിടെ നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും എതിരെ നടത്തിയിട്ടുണ്ട്. അത് പ്രതിഷേധം. ഡാറ്റ മോഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. ഡാറ്റ മോഷണത്തിന്റെ ഏറ്റവും വലിയ വിവരം എന്ന് പറയുന്നത് ജീവനക്കാരുടെ സ്പാർക്കിൽ നിന്നുള്ള മോഷണം മാത്രമല്ല നടന്നിരിക്കുന്നത്. സ്മാർട്ടിൽ നിന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ OSD ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീറാം സാംബശിവ റാവു അയച്ചിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് പേരും വിലാസവും ഉൾപ്പെടെയുള്ള 8 വിവരങ്ങൾ ഈ സ്മാർട്ടിൽ നിന്ന് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്മാർട്ട് എന്ന് പറയുന്നത് 937 സേവനങ്ങൾ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് ഉള്ളതാണ്. അതായത് ലക്ഷക്കണക്കിന് ആളുകളുടെ, ജീവനക്കാരുടെ മാത്രം ലക്ഷക്കണക്കിന് ആളുകളുടെ ഡാറ്റ മോഷണമാണ് മുഖ്യമന്ത്രി ഓഫീസ് നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയോടുകൂടി അറിവോടുകൂടിയാണ് ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാറ്റ മോഷണം നടന്നിരിക്കുന്നത്. അത് ഗൗരവതരമായി അന്വേഷിക്കപ്പെടേണ്ട നമ്മുടെ എല്ലാവരുടെയും വ്യക്തിവിവരം ചോർന്നിരിക്കുകയാണ്. അതിവർ ആർക്കെങ്കിലും മിറ്റൊന്നുകൂടി അന്വേഷിക്കണം. ആരോഗ്യമന്ത്രി കള്ളം പറയുന്നതുകൊണ്ടാണോ? അല്ല, ഞങ്ങൾക്ക് പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിവരം ഇതാണ്. നിങ്ങൾക്കും അത്രയുള്ള വിവരം. എല്ലാ വിഷ്വൽ മീഡിയയ്ക്കും ഇത്രയും വിവരമുള്ളൂ. അവരുടെ ഒരു ചിത്രങ്ങൾ പോലും ഇവരെ ആക്രമിക്കുന്നതില്ല. അല്ലല്ല, അന്വേഷിക്കട്ടെ. ആദ്യഘട്ടത്തിൽ ഉള്ള വിവരം ഇതാണ്. ഒരു ആള് അങ്ങനെ 3-4 കേസുകാരും 35 പോലീസുകാരുടെ അടുത്ത് ആരെ ആക്രമിക്കാനാണ്? അതൊക്കെ നോക്കട്ടെ, നമുക്ക് അന്വേഷിക്കട്ടെ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റ സംഭവത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. KSU പ്രവർത്തകർ ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അന്വേഷിക്കട്ടെ, അന്വേഷണത്തിന് ശേഷം ബാക്കി നോക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ